ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ചെയ്തതാണ്. ഈ ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനും അങ്ങനെ വാങ്ങിച്ചതാണ്. എങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടേതായ രീതിയിലൊന്ന് ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, പച്ചക്കുരുമുളക് ഇതെല്ലാം കൂടെ ചതച്ച് ഒരു സവാള വഴറ്റിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഈ ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ചെയ്തത് തട്ടിയതിനകത്തോട്ട് ഇട്ടു. അത് നല്ല അതിനകത്ത് തന്നെ ഉള്ളിയൊക്കെ ഉണ്ട്, എല്ലാവരും ചേർത്തിട്ടുണ്ട്. എങ്കിലും അതും കൂടിയിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവായിരുന്നു, ഉപ്പും ചേർത്ത് എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് നേരം ഇടതടവില്ലാതെ നല്ലതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും നല്ലൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിക്ക് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, നമ്മൾ വേവിക്കാനൊന്നും അങ്ങനെ വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും.